നബിയോടുള്ള മഹബത്ത് കൊണ്ട് മുഹമ്മദ് എന്ന് കുട്ടിക്ക് പേര് വെച്ചാൽ ആ കുട്ടിയും ആ പേര് വെച്ചവനും സ്വർഗത്തിലാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഇത് ചോദിച്ചിരിക്കുന്നത് നജീമാണ്, തിരുവനന്തപുരത്ത് കരമന നിന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് വെറുതെ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ പഴയകാലത്തുള്ള പഴമക്കാരിങ്ങനെ പറഞ്ഞു വന്നതാണെന്ന് തോന്നിപ്പോകണ്ട. അത് യഥാർത്ഥത്തിൽ ഹദീസിലുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു നിബന്ധന പറയുന്നുണ്ട്, ഈ ചോദ്യത്തിൽ തന്നെ അത് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പേര് വെച്ചാലെന്നാണ്. അതായത് എൻ്റെ ഉപ്പാപ്പാടെ പേര് മുഹമ്മദ് ആയിരുന്നു, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് വെച്ചു എന്നല്ല. അല്ലെങ്കിൽ ആരോ പറഞ്ഞു അവനോട് നീ മുഹമ്മദ് എന്നതിൻ്റെ കുട്ടിക്ക് പേര് വെക്ക് എന്ന് പറഞ്ഞു, അതുകൊണ്ടുമല്ല. അല്ലെങ്കിൽ അവൻ ഇത്രയും കാലം തീറ്റിപ്പോറ്റി അവൻ്റെ അറബിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്താണ് കുഞ്ഞിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് എന്ന് പറയാൻ വേണ്ടിയിട്ടും അല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അമിതമായ സ്നേഹം, അത്ര ഇഷ്ടമാണ് മുത്തറസൂലിനെ. ആ സ്നേഹം ഹൃദയത്തിലുണ്ട്, അവൻ്റെ ജീവിതത്തിലുണ്ട്, അവൻ്റെ യാത്രകളിലുണ്ട്, അവൻ്റെ സംസാരത്തിലുണ്ട്, അവൻ്റെ ഇടപെടലുകളിലുണ്ട്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെ അതേ സ്നേഹത്തിൽ വെക്കുന്ന പേരാണ് മുഹമ്മദ്. അങ്ങനെ പേര് വെച്ച് കഴിഞ്ഞാൽ ആ പേര് വെച്ചവനും വെക്കപ്പെട്ടവനും സ്വർഗത്തിലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ പേര് വെക്കുന്നത് ആരെയും ബോധ്യപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബ പേര് നിലനിർത്താനോ കുടുംബ മഹിമ നിലനിർത്താനോ ഉപ്പുപ്പ പറഞ്ഞതല്ലേ ഉമ്മുമ്മ പറഞ്ഞതല്ലേ അങ്ങനൊന്നുമല്ല. ആ വെച്ച ആളിൻ്റെ ഉള്ളിൽ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹം ഈ കുഞ്ഞിനും ഉണ്ടാവണമെന്ന അതിയായ ആഗ്രഹത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സ്വർഗം കിട്ടുമെന്ന്. അതൊരു പഴമക്കാർ പറഞ്ഞു വരുത്തിയ വാക്കല്ല, അതൊരു ഹദീസ് തന്നെയാണ്.